64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നാദാപുരത്തെ മികച്ച ക്യാമ്പസ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ്. എല്ലാവിധ യൂണിഫോമുകളും മിതമായ നിരക്കിൽ. ബിസ്മി സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ് നാദാപുരം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് നാദാപുരത്തിന്റെ കയ്യൊപ്പ്. മിഷൻ ഫിറ്റ്നസ് അൽ മസാക്കിൻ ആർക്കേഡ് നാദാപുരം. നിങ്ങളുടെ വീടിന് പുതിയൊരു ലുക്ക്, താങ്ങാവുന്ന ബഡ്ജറ്റിൽ. ആർക്കിഫിക്സ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, കസ്തൂരിക്കുളം നാദാപുരം. കാസർഗോഡ് കൈക്കോട്ട് കടവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അതിമനോഹരമായി ഇപ്പോൾ വേദിയിൽ വട്ടപ്പാട്ട് കളിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ നാസർ മേച്ചേരി രചന നിർവഹിച്ച് റഷീദ് മോങ്ങൻ ട്യൂൺ ചെയ്ത് ഷഹീർ മാഷാണ് ഇവരെ ഇങ്ങനെ പരിശീലിപ്പിച്ചെടുത്തത്. ഷഹീർ എന്ന് പറയുന്നത് വടകര ഹൈസ്കൂളിലെ ഒരു അധ്യാപകനാണ്. ഒരുപാട് മാപ്പിളകലാരംഗത്ത് ഒരുപാട് വർഷങ്ങളായി സേവനം ചെയ്യുന്ന നിരവധി മാപ്പിളപ്പാട്ടുകൾ, നിരവധി വട്ടപ്പാട്ടുകൾ, ഒപ്പനകൾ എല്ലാം പരിശീലിപ്പിച്ച് വരുന്ന പ്രഗത്ഭനായ ഒരു കലാപ്രവർത്തകനാണ് ഷഹീർ വടകര. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇവിടെ നിൽക്കുന്ന ഈ മക്കളൊക്കെ. ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഷഹീർ മാഷെ, എത്ര നാൾ കൊണ്ടാണ് ഇവരെ ഇങ്ങനെ പരിശീലിപ്പിച്ചെടുത്തത്? ഇവർ ജൂൺ മാസം സ്കൂൾ തുറന്ന ജൂൺ ജൂലൈ മുതൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാടുന്ന കുട്ടികളെ സെലക്ട് ചെയ്യും. പിന്നെ അതിന് ശേഷം കോറസ് പാടുന്ന അതേ ശ്രുതിയിലും താളത്തിലും പാടുന്ന കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണ് സെലക്ഷൻ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ പാട്ട് കൊടുത്ത് കളിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സബ് ജില്ലക്കും ജില്ലക്കൊക്കെ നമ്മൾ ഒരേ പാട്ട് തന്നെയാണ് പാടിയത്. സബ് ജില്ല ഫസ്റ്റായിരുന്നു, ജില്ലയും ഫസ്റ്റായിരുന്നു. അപ്പോൾ ഒട്ടപ്പാട്ടിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർഷം പിന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ കലാരംഗത്ത് ഒരുപാട് ടീമിനെ പരിശീലിപ്പിച്ചു ഷെയർ മാഷി. മാത്രമല്ല വട്ടപ്പാട്ടിനെ കുറിച്ച് മാഷിയുടെ പുസ്തകം തന്നെയുണ്ട്. വട്ടപ്പാട്ടിൻ്റെ നിയമങ്ങൾ കഴിച്ചുകൊണ്ട് അല്ലേ, ഒരു പുസ്തകം തന്നെ. വട്ടപ്പാട്ട് പാട്ടും പറിച്ചത് പാട്ടും പറിച്ചത് നമ്മൾ പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പം അതെ. അപ്പം നമുക്ക് ഇവരൊരു വൈനീളം ഒന്ന് നോക്കാം അല്ലേ? ഓക്കെ, ആരാ പാടുന്നത്? ആദ്യം ഇവരെ പേരെന്ന് പറയാം. അയ്യൂബ്, നിഹാൽ, മുഹമ്മദ് സായിദ്, അഫ്നാൻ, ഫർസീൻ, അബ്ദുള്ള, ഷാക്കിർ, ഹാദി, റാഹിൽ, ജൗഹർ. പെരുമയേറും വംശമിലെ മുത്തിസ്ഹാക്കോരെ ഹൈറുപ്പാകിയാലമിൽ ശുഹ്ർ തെളിന്തോരെ. വംശമിലെ മുത്തിസ്ഹാക്കോരെ ഹൈറുപ്പാകിയാലമിൽ ശുഹ്ർ തെളിന്തോരെ. തെളിമയാല് നൂറ് പാകി തങ്ങളെ സുറൂറാകി പാകി ജറൂറോടെ നീങ്ങി പൂകിയാകി പാകിയ സ്നേഹബൊരൊത്തിതാ പെരുമയേറും വംശമിലെ മുത്തിസ്ഹാക്കോരെ വൈനീളം പാടി വന്ന് മുനാജാത്ത് നടത്തി. അങ്ങനെ പിന്നെ ഒരുപാട് എന്താ പറയുക, വെറ്റിലപ്പാട്ട്, അപ്പപ്പാട്ട്, കല്യാണപ്പാട്ട്, പന്തൽ പറഞ്ഞ അല്ലേ മാഷേ? ഇങ്ങനെ വട്ടപ്പാട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ എന്താണ് വട്ടപ്പാട്ടിനെ കുറിച്ച് പൊതുവെ മാഷക്ക് പറയാനുള്ളത്? വട്ടപ്പാട്ട് നല്ല നിലവാരം പുലർത്തിയിട്ടാണ് മത്സരമുള്ളത്. ഇപ്പോൾ ഓരോ ജില്ലയിൽ നിന്നും നല്ല മികച്ച പാട്ടുകാരും മികച്ച വരികളും, അതേപോലെ നാസർ മേച്ചേരിൻ്റെ വരികളുണ്ട്, മൊയ്തു വാണിമേലിൻ്റെ വരികളുണ്ട്, പിന്നെ അതേപോലെ സംഗീതം ചെയ്തത് പിന്നെ ഇർഷാദ് സ്രാമ്പിക്കലുണ്ട്, അതേപോലെ റഷീദ് മോങ്, അങ്ങനെ കുറേ ആൾ സംഗീതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം മികച്ച പാട്ടുകളാണ്. കാരണം സാഹിത്യം എന്ന് പറയുമ്പോൾ ഈ മൊയ്തു മാഷ് അതുപോലെ നാസർ മാഷൊക്കെ നല്ല നല്ല വരികളാണ് എത്തുന്നത്. അപ്പോൾ എല്ലാ ജില്ലയിൽ നിന്നും ഈ പാട്ട് ഇപ്പോൾ കാസർഗോഡ് പാട്ട് നാസർ മേച്ചേരിൻ്റെ രചനയാണ്. നാസർ മേച്ചേരിയാണ് രചിച്ചത്. അതെ. അപ്പോൾ ഏതായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഈ ടീമിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മദദും മഹദിലുണ്ടേ ആദിശം സദായം വിണ്ടേ പാരിടമൈ പെരികയുമേ